ഹായ് ഗൈസ്, ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ ഡൽഹി ഇലക്ഷനെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്തുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന ഒരു വൺ മാൻ ആർമി ഇവിടെ തോറ്റുപോയി? 5 കാരണങ്ങളാണ് ഇതിനുള്ളത്. ആ 5 കാരണങ്ങളും ഒപ്പം ഡൽഹിയിൽ 1951 തൊട്ട് നടന്ന ഇലക്ഷന്റെ ഓരോ ഇലക്ഷനും എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചത് ഉള്ള കാര്യങ്ങളും ഡീറ്റെയിൽ ആയി നോക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാണ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പൊ വീഡിയോ എടുക്കാം. അപ്പോൾ ഡൽഹിയിലത്തെ അതായത് ഇത്രയും വർഷത്തെ ഇലക്ഷൻ പാറ്റേൺ നോക്കിയതിനു ശേഷം ഈ ഇലക്ഷന് എന്തുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ തോറ്റു എന്ന് നമുക്ക് നോക്കാം. ഡൽഹി എന്ന് പറയുന്ന ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. 1951 ഡൽഹിയിൽ ആദ്യമായി ഇലക്ഷൻ നടക്കുന്നത്. അന്ന് ഇത്ര സീറ്റുകളൊന്നുമില്ല, വെറും 48 സീറ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ആദ്യത്തെ ഇലക്ഷനിൽ തന്നെ 39 സീറ്റോടുകൂടി INS ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വമ്പിച്ച ജയം തന്നെയായിരുന്നു തലസ്ഥാനത്ത് ഉണ്ടാക്കിയത്. അതിനുശേഷം ജനസംഘ് എന്ന് പറയുന്ന പാർട്ടി ഒരു 5 സീറ്റുകളും അങ്ങനെയായിരുന്നു ആദ്യത്തെ ഇലക്ഷൻ ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡൽഹിക്ക് ഇങ്ങനെ ഒരു അസംബ്ലി വേണ്ട എന്ന് അന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ ആ ഒരു അസംബ്ലി എടുത്തു കളയും. പിന്നീട് ഡൽഹിയിൽ ഇലക്ഷൻ നടന്നില്ലായിരുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇങ്ങനെ പോയിക്കൊണ്ട് വർഷങ്ങൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ തന്നെ ഡൽഹിയിൽ ഉള്ളിലും അതുപോലെ തന്നെ പുറമേയും നല്ല ശക്തമായ പ്രതിഷേധം തന്നെ ഉയർന്നിട്ടുണ്ടായിരുന്നു. കാരണം ഡൽഹിക്ക് ഒരു അസംബ്ലി വേണം, അതുപോലെ തന്നെ അവിടെ സ്വന്തമായിട്ട് ഒരു ചീഫ് മിനിസ്റ്റർ വേണം, അങ്ങനെ ഒരു ഫങ്ഷനിങ് ഗവൺമെന്റ് വേണം എന്നുള്ളത്. അങ്ങനെ കുറേ വർഷങ്ങളുടെ പരിശ്രമത്തിന് ശേഷമാണ് 1991 കാലഘട്ടങ്ങളായി കഴിഞ്ഞപ്പോൾ തന്നെ PV നരസിംഹറാവു ആണ് അന്നത്തെ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി. അപ്പോൾ അദ്ദേഹത്തിനോട് ഈ ഒരു ആവശ്യം ഉന്നയിക്കുമ്പോൾ അദ്ദേഹം പരിശോധിച്ച് നോക്കുമ്പോൾ ശരിയാണ്, ഇതെല്ലാം ശരിയാണ്, ഡൽഹിക്കും സ്വന്തമായ ഒരു അസംബ്ലി വേണം എന്ന് വിചാരിച്ചുകൊണ്ട് 1993 ഇലക്ഷൻ കണ്ടക്ട് ചെയ്യാൻ പറയുകയാണ്. 93 ഇലക്ഷൻ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത്രയും വർഷം കോൺഗ്രസ് ആയിരുന്നല്ലോ ഭരിച്ചത് കൂടുതൽ സമയവും. അതുകൊണ്ട് തന്നെ ഒബ്വിയസ്ലി ജനങ്ങൾക്കെല്ലാം തന്നെ കോൺഗ്രസിനോട് ദേഷ്യമുണ്ടാവും, കാരണം ഇവിടെ ഒരു ഇലക്ഷൻ നടത്താത്തതുകൊണ്ട്. അങ്ങനെ 1993 ഇലക്ഷൻ നടക്കുകയും ആ ഒരു ഇലക്ഷന് BJP ആയിരുന്നു ജയിച്ചു വരുന്നത്. 98 ഇലക്ഷൻ നടക്കുമ്പോൾ തന്നെ കോൺഗ്രസ് ആദ്യം തൊട്ട് ആ തോൽവിയെല്ലാം തന്നെ നികത്തിക്കൊണ്ട് രണ്ടാമത് അവർ ജയിക്കുകയും 2003 അവർ വീണ്ടും ഭരണം പിടിച്ചെടുക്കുകയും 2008 വീണ്ടും അവർ ഭരണത്തിൽ വരികയും ചെയ്തു. അങ്ങനെ കോൺഗ്രസ് കണ്ടിന്യൂസ് ആയിട്ടും ഇത് ഭരിച്ചു പോകുമ്പോഴാണ് 2008 ആ ഒരു കാലഘട്ടം തൊട്ട് UPA സർക്കാർ, അതായത് 2013-14 കാലഘട്ടങ്ങളിൽ, അതായത് ഈ UPA സർക്കാർ മാറാനുള്ള കാരണം തന്നെ അവരുടെ അഴിമതി തന്നെയാണ്. അതായത് എവിടെ നോക്കിയാലും ഏത് മിനിസ്റ്റർ എടുത്തു കഴിഞ്ഞാലും അതായത് കൂടുതലും അഴിമതി ആരോപണങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു മെയിൻ ഫാക്ടർ ആയിരുന്നു, അതായത് കേന്ദ്ര ഭരണം മാറാൻ തന്നെ ഉണ്ടായിരുന്നത്. അതേ എഫക്റ്റ് തന്നെയായിരുന്നു ഡൽഹിയിലും ഉണ്ടായിരുന്നത്. കാരണം ഡൽഹി നമുക്കറിയാം എല്ലാ ജനങ്ങളും, അതായത് ഇന്ത്യയിലെ എല്ലാ ജനങ്ങളുടെയും ഒരു സെൻട്രൽ ഫോക്കസ് എന്ന് പറയുന്നത് ഡൽഹിയാണ്. അങ്ങനെയാണ് 2013 ആയി കഴിഞ്ഞപ്പോൾ തന്നെ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന ഒരു വൺ മാൻ ആർമി ഡയറക്റ്റ് ആയിട്ട് IRS ഉദ്യോഗസ്ഥൻ ഡയറക്റ്റ് ആയിട്ട് രാജിവെച്ച് ആക്ടിവിസ്റ്റ് ആവുകയും അതുപോലെ തന്നെ ജനങ്ങളോട് നിന്ന് സമരം ചെയ്ത് അവിടെയുള്ള അതായത് പ്രശ്നങ്ങളെല്ലാം ഉയർത്തി വരികയും അതുപോലെ തന്നെ അവിടെ കുറേ തരത്തിലുള്ള ചേഞ്ചസ് വരുത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഴിമതിക്കെതിരായി കൊണ്ടുവന്ന പാർട്ടിയാണ് ആം ആദ്മി എന്ന് പറയുന്ന പാർട്ടി. ആദ്യത്തെ ഇലക്ഷനിൽ തന്നെ അരവിന്ദ് കെജ്രിവാളിന് ഇന്ത്യ മൊത്തമുള്ള ശ്രദ്ധ പിടിച്ചെടുക്കാൻ പറ്റി. കാരണം പുതിയതായ ഒരു പാർട്ടി വരുന്നു, ആ പാർട്ടി 28 സീറ്റുകൾ കൊണ്ട് ജയിക്കുന്നു. അതിനുശേഷം കോൺഗ്രസ് 8 സീറ്റ് ജയിക്കുകയും അവരും കോൺഗ്രസും കൂടെ ജയിച്ചുകൊണ്ട് അവിടെ ഇത് ഒരു ഭരണം ഫോം ചെയ്യാണ്. പിന്നീട് ഈ കോൺഗ്രസുമായിട്ട്, അതായത് ഇത്രയും മാസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങൾ അരവിന്ദ് കെജ്രിവാൾ അവിടെയുള്ള അതായത് പ്രതിപക്ഷമായി നിൽക്കുമ്പോൾ കോൺഗ്രസിനെ എല്ലാം ശക്തമായി വിമർശിച്ച് അവരുടെ ഒപ്പം പോകാൻ അധികം പോകുന്നില്ല. അതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാളിന്റെ ഐഡിയോളജി എന്താണെന്ന് വെച്ചാൽ, അതായത് മിനിസ്റ്റേഴ്സ് ഒന്നും തന്നെ അവരുടെ കാർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, അതായത് ഇങ്ങനെ സ്വന്തമായി വീട്ടിൽ നിന്നാൽ മതി, ബംഗ്ലാവ് വേണ്ട, അങ്ങനെ പരമാവധി ഇലക്ഷൻ കോസ്റ്റ് എല്ലാം തന്നെ കട്ട് ചെയ്യുകയും സർക്കാരിലെ അഴിമതി ഇല്ലാണ്ടാക്കുന്ന ഒരു ഭരണം കൊണ്ടുവരുന്നതായിരുന്നു. അങ്ങനെ ആ ഒരു ഇലക്ഷനിൽ ജയിച്ച ആം ആദ്മി പാർട്ടി പിന്നീട് അധികകാലം ഭരിച്ചില്ല, അവര് റിസൈൻ ചെയ്യുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഇങ്ങനെയാണ് 2015 ആയി കഴിഞ്ഞപ്പോൾ വീണ്ടും ഇലക്ഷൻ നടക്കി. ഈ വട്ടം ആം ആദ്മി പാർട്ടി നല്ല വിജയമാണ് എടുത്തത്. അതായത് 70-ൽ 67 സീറ്റുകൾ, അൺഇമാജിനായ ഒരു വിക്ടറി ആയിരുന്നു അവർക്ക് കിട്ടിയത്. അപ്പോൾ ഈ വട്ടത്തെ വിജയം ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിനെയും ഒന്ന് തിരിഞ്ഞു നോക്കി. അതായത് പുതിയതായി ഒരാൾ വരികയും അദ്ദേഹം ഒരു പാർട്ടി ഫോം ചെയ്യുകയും ആ പാർട്ടി ഡൽഹി, അതായത് ഇന്ത്യയുടെ സെൻട്രൽ പോയിന്റിലുള്ള ഡൽഹിയിൽ തന്നെ മത്സരിക്കുകയും അതിൽ 70-ൽ 67 സീറ്റുകൾ, അതായത് പ്രധാന 2 പാർട്ടികളായ BJPനെയും കോൺഗ്രസിനെയും തോൽപ്പിച്ചുകൊണ്ടാണ് ഒരു പാർട്ടി ഇത്രയും സീറ്റുകൾ ജയിക്കുന്നത്. അതിനുശേഷം ആ ഒരു ഇലക്ഷൻ നടക്കുകയും 2020-ൽ മറ്റൊരു ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നു. അതിലും അത്യാവശ്യം, അതായത് കുറച്ച് കുറവുണ്ടെങ്കിലും
പക്ഷെ ഭരണവിരോധമായ പലതരത്തിലുള്ള ഫാക്ടേഴ്സ് ഉണ്ടായിട്ട് പോലും ഇതേ ആം ആദ്മി പാർട്ടി 62 സീറ്റുകളോട് ജയിക്കുകയാണ്. കാരണം ആം ആദ്മി പാർട്ടിയിലുള്ള അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന ഐക്യം തന്നെയാണ് ഇതിനെല്ലാം പ്രധാന കാര്യം. അപ്പോൾ ആ ഒരു തോറ്റേന്റെ കാരണം ഇത് തന്നെയാണ്. അത് നമുക്ക് നോക്കാം. അങ്ങനെയുള്ള അരവിന്ദ് കെജ്രിവാളിന് 2025 ഇലക്ഷൻ നോക്കുമ്പോൾ അത് വലിയ തിരിച്ചടിയാണ്. അതായത് അരവിന്ദ് കെജ്രിവാളിന്റെ ഹിസ്റ്ററി തന്നെ ഇത്രയും വലിയൊരു തിരിച്ചടി പ്രതീക്ഷ കാണില്ല. കാരണം ആദ്യം കിട്ടിയ ആ ഒരു സംഖ്യനെ പോലും എത്താൻ പറ്റാത്ത ആ ഒരു സ്റ്റേജിലോട്ട് എത്തുകയാണ്. എന്തുകൊണ്ടായിരിക്കും ഇത്രയും വലിയൊരു മാറ്റം വന്നത്? അതായത് ഡൽഹിയിൽ ഇലക്ഷൻ ഇങ്ങനെ പലതരത്തിൽ മാറ്റിയല്ലോ. അപ്പോൾ 27 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ BJP വീണ്ടും വന്നിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് അരവിന്ദ് കെജ്രിവാൾ തന്നെയാണ് ഈ ഡൽഹി ഇലക്ഷൻ തോറ്റേന്റെ പ്രധാന ഉത്തരവാദി എന്ന് പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ, അതായത് അരവിന്ദ് കെജ്രിവാൾ എന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താ തോന്നുക? അതായത് സാധാരണക്കാരനല്ല, ഒരു IRS ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. അവിടെ നിന്ന് റിസൈൻ ചെയ്ത് താഴേക്കടയിൽ വന്ന് ജനങ്ങളുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് പഠിച്ച് അതിനെ ഒരു ആക്ടിവിസ്റ്റായി നിന്ന് ആക്ടിവിസം നടത്തിക്കൊണ്ട് ഒരു പാർട്ടി ഫോം ചെയ്യും. ആ പാർട്ടി ഇലക്ഷനിൽ നിന്നുകൊണ്ട് അവിടെ നിന്ന് ജയിച്ചു വന്ന ഒരു വ്യക്തിയാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റ് CM, അതായത് മറ്റ് നമ്മുടെ നാട്ടിലുള്ള മുഖ്യമന്ത്രികളെ കമ്പയർ ചെയ്യുമ്പോൾ സാധാരണ മിഡിൽ ക്ലാസ് ആൾക്കാരെ പോലെയാണ്. അതായത് വസ്ത്രം പോലും ധരിക്കുന്നത്, അതായത് ഒരു ഷർട്ട് വലിയ ബ്രാൻഡഡ് ഷർട്ടൊന്നുമല്ല. അതുപോലെ തന്നെ ഡ്രസ്സിലൊന്നും തന്നെ ഫോക്കസ് ചെയ്യാതെ ഒരു സാധാരണ ഒരു പേനയല്ലാതെ തന്നെ ഇത് പോക്കറ്റിലെല്ലാം കുത്തിക്കൊണ്ട് അങ്ങനെ. അതായത് അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മി പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് സ്ഥാനാർത്ഥിനെക്കാട്ടിലും കൂടുതൽ ആൾക്കാരുടെ മനസ്സിലോട്ട് വരുന്നത് അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തി അതായത് എന്തുകൊണ്ടാണ് ഡൽഹിയിൽ വന്നത്? അതായത് ഡൽഹിയിൽ അലിഗേഷൻസ് പറയുന്നത് അതായത് കംപ്ലീറ്റ് ആയിട്ടും അഴിമതിയാണ് എന്ന് പറയുന്ന ആരോപണങ്ങൾ കൊണ്ടുവന്ന അവിടെ നിന്ന് ജയിച്ചു വന്ന പാർട്ടിയിലുള്ള അതേ CM തന്നെ വീണ്ടും ഒരു അഴിമതി കുഴുക്കിൽ പോവുക എന്ന് വെച്ചാൽ അത് എത്ര വലിയ നാണക്കേടാണ്. അഴിമതി ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് വാഗ്ദാനം കൊടുത്തു വന്ന അതേ അരവിന്ദ് കെജ്രിവാളാണ് ലിക്കർ സ്കാമിൽ വീണ്ടും EDയുടെ വലയിൽ കുടുങ്ങിയും ജയിലിൽ പോയി വന്ന് അതിനുശേഷം പിന്നീട് മുഖ്യമന്ത്രി സ്ഥാനം തന്നെ രാജിവെക്കേണ്ടി വന്നത്. ഇത് ജനങ്ങളുടെ ഇടയിൽ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കി. അതായത് അരവിന്ദ് കെജ്രിവാളിനോടുള്ള വിശ്വാസം കുറെ ജനങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ള പ്രധാന ഫാക്ടർ തന്നെയാണ്. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ആന്റി ഇൻകംബൻസി. അത് ഒബ്വിയസ്ലി ഉണ്ട്. അതായത് 10 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഭരണം മുന്നോട്ട് പോകുകയാണെങ്കിൽ 13ാമത്തെ വർഷം ആകുമ്പോൾ തന്നെ അല്ലെങ്കിൽ 12ാമത്തെ വർഷം ആകുമ്പോൾ തന്നെ ജനങ്ങൾക്ക് ഒരു ചേഞ്ച് വേണമെന്ന് ആഗ്രഹിക്കും. അത് എല്ലാ സ്റ്റേറ്റിലും നടക്കുന്നതാണ്. അതുകൊണ്ടാണ് 5 വർഷം ആകുമ്പോൾ തന്നെ പലതരത്തിലുള്ള ചേഞ്ചസ് വരുന്നത്. ഇതിന് ബെസ്റ്റ് ഉദാഹരണമാണ് 2024 ലോക്സഭ ഇലക്ഷൻ തന്നെ. 10 വർഷം നടന്ന BJP ഒരു ചേഞ്ച് വേണമെന്ന് ഇന്ത്യയിലെ പല ജനങ്ങളും ആഗ്രഹിച്ചു. ആ ഒരു ആഗ്രഹത്തിന്റെ പിന്നിലായിരുന്നു ഈ ചേഞ്ചസ് എല്ലാം വന്നത്. അപ്പോൾ ഇതും ഒരു ഫാക്ടറായി എല്ലാവരും കരുതുന്നു. മൂന്നാമത്തെ എന്താ വെച്ചാൽ വെള്ളപ്രശ്നം. 2 ടൈപ്പ് ഓഫ് വെള്ളപ്രശ്നമാണ് ഈ വട്ടം ഡൽഹിയിൽ ചർച്ചാ വിഷയമായി മാറിയത്. ഒന്ന് യമുന. അപ്പോൾ യമുനയിൽ കംപ്ലീറ്റ് ആയിട്ടും അതായത് ആൾക്കാർക്ക് കാല് പോലും കഴുകാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ആ ഒരു വെള്ളം മൊത്തം ഫ്ലോ ആവുന്നത്. ഇത് ഒന്നാമത്തെ ഫാക്ടറായിട്ട് BJP എല്ലായിടത്തും ഉപയോഗിക്കാൻ തുടങ്ങി. രണ്ടാമത്തത് കുടിക്കാൻ പോലും, അതായത് ഈ കഴിഞ്ഞ സമ്മറിലെല്ലാം തന്നെ ഡൽഹിയിൽ കുടിക്കാൻ വെള്ളം കിട്ടാൻ തന്നെ വലിയ രീതിയിലുള്ള ക്ഷാമം ഉണ്ടായിരുന്നു. ഇത് എല്ലാ ജനങ്ങളും അന്നേ അരവിന്ദ് കെജ്രിവാളിനെ പ്രിഡിക്റ്റ് ചെയ്താണ് വലിയൊരു തോൽവി. ഇനി നാലാമത്തെ കാര്യം എന്താ വെച്ചാൽ സബ്സിഡീസ്. അതായത് ജനങ്ങൾക്ക് ഓരോ സബ്സിഡി എടുത്തു കൊടുക്കുമ്പോഴും ഡൽഹിയിലെ പാറ്റേൺ എടുത്തു നോക്കുമ്പോൾ 3/2 പങ്കും മിഡിൽ ക്ലാസ് ജനങ്ങളാണ് ഉള്ളത്. അങ്ങനെയുള്ള ജനങ്ങൾക്ക് ഈ സബ്സിഡീസ്, അതായത് ഫ്രീ ആയിട്ട് അതും ഇതും ഫ്രീബീസ് എല്ലാം കൊടുക്കുമ്പോൾ അതായത് ഈ ജനങ്ങൾക്ക് അത് കിട്ടുന്നില്ല. താഴെക്കടയിലുള്ള ജനങ്ങൾക്കെല്ലാം, അതായത് ഈ സ്ലമ്മിലെല്ലാം താമസിക്കുന്ന ആൾക്കാർക്കെല്ലാം ഇത് ഡയറക്റ്റ് ആയിട്ട് ബെനിഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ മിഡിൽ ക്ലാസിന്റെ അപ്പോഴുള്ള ചിന്താഗതി എന്താണ്? അതായത് ഞങ്ങൾക്ക് വേണ്ടി ഈ ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ല. ഇത് മാത്രമല്ല, ഈ വട്ടത്തെ ബഡ്ജറ്റ് വന്നു കഴിഞ്ഞപ്പോൾ മിഡിൽ ക്ലാസിന് വേണ്ടി ആ ടാക്സ് സ്ലാബ് എടുത്തു കളഞ്ഞതാണെങ്കിലും അതുപോലെ തന്നെ അതായത് കൂടുതലായിട്ടും ഈ സെൻട്രൽ ഗവൺമെന്റ് പണിയുള്ള ആൾക്കാർക്കെല്ലാം തന്നെ ഈ കഴിഞ്ഞ ജനുവരി തൊട്ട് തന്നെ 8th പേ കമ്മീഷൻ വരുന്നു എന്ന് പറയുന്ന ഒരു ന്യൂസ് എല്ലാം കേൾക്കുമ്പോൾ തന്നെ അവർ കൂടുതലായിട്ടും അതായത് ഈ മിഡിൽ ക്ലാസിന്റെ ചിന്താഗതികൾ മെല്ലെ മാറാൻ തുടങ്ങി. അതും ഒരു ഫാക്ടറായി ഇവിടെ കണ്ടിരുന്നു. ഇനി അവസാനത്തെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഫാക്ടർ. അതായത് 2024 ഇലക്ഷനിൽ എന്തുകൊണ്ടായിരിക്കും BJP ആ ഒരു മികവിലോട്ട് അവർക്ക് കൊണ്ടുവരാൻ പറ്റാത്തത്? അതായത് 400 എന്ന് പറഞ്ഞ അവർക്ക് 300 പോലും എത്താൻ പറ്റാത്തത്. അതായത് 2024 ഇലക്ഷൻ എടുത്തു പോയി കഴിഞ്ഞാൽ BJPനെയും മോഡിനെയും അമിത്ഷാനെയും യോഗിനെയും എല്ലാം എതിർക്കുന്നവർക്കാണെങ്കിൽ ഓപ്പോസിറ്റ് ഒരു ബട്ടണേ ഉള്ളൂ, അതായത് കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യ അലയൻസ് എന്ന് പറയുന്നത്. അതായത് BJPനെ എതിർക്കാണോ ഇന്ത്യ അലയൻസിന് വോട്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെല്ലാം വോട്ടുകളെല്ലാം മാക്സിമം ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റി.
അങ്ങനെയാണ് ഈ വട്ടത്തെ ഇലക്ഷന് തന്നെ നല്ല വിജയമെല്ലാം തന്നെ അവർക്ക് കൊണ്ടുവരാൻ പറ്റിയത്. പക്ഷെ ഈ ഇലക്ഷൻ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇതേ സഖ്യകക്ഷിയിലുള്ള ആൾക്കാർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അവർ തമ്മിൽ ഒരു കൺവിൻസ് ചെയ്യുകയാണെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇത് പ്രശ്നമുണ്ടാവില്ലായിരുന്നു. രണ്ടാമത്തത് BNP ആയിക്കോട്ടെ, അതുപോലെ തന്നെ OWC, ഇങ്ങനെയുള്ള പല പാർട്ടികൾ വന്നു കഴിഞ്ഞപ്പോൾ BJPക്ക് എതിരായി പോകുന്ന വോട്ടുകളെല്ലാം തന്നെ സ്പ്ലിറ്റ് ആവുകയും അത് BJPക്ക് അനുകൂലമായ സിറ്റുവേഷനിലോട്ട് മാറുകയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് വിചാരിക്കുന്നത്?